ഹലോ, വെൽക്കം ബാക്ക്. ഫിഷ് ഹാർബർ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇത് മാംഗ്ലൂർ ഹാർബറിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു 6 മണിയൊക്കെയാണ് സമയം. എത്ര പേര് ഹാർബറിലൊക്കെ പോയി ഈ മീൻ പിടിക്കുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമല്ലേ ഇതൊക്കെ. കാറ് ഞങ്ങൾ ബാക്ക് സൈഡിലാണ് പാർക്ക് ചെയ്തത്. ഫ്രണ്ടിൽ വരുന്ന വഴിയൊക്കെ ബ്ലോക്ക്ഡാണ്. ഈ സമയത്താണല്ലോ ഫിഷൊക്കെ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരുടെ വണ്ടിയും ഐസിൻ്റെ വണ്ടിയും ഒക്കെ ആയിട്ട് ഫുൾ ബ്ലോക്ക്ഡാണ് അവിടെ. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ ഹാർബറിലൊന്നും പോയി എക്സ്പീരിയൻസ് ചെയ്യാത്തവർക്കും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാംഗ്ലൂർ ഹാർബറിലേക്കാണ്. അത്യാവശ്യം വലിയൊരു ഹാർബർ തന്നെയാണിത്. പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ കുറച്ച് നല്ല തിരക്കുണ്ടായിരുന്നു. ഇതാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഹാർബറിൻ്റെ സൈഡ്. മീനും കൊണ്ട് ബോട്ടുകൾ വരുന്നതും അതുപോലെ അങ്ങോട്ട് പിടിക്കാൻ പോകുന്നതും ഒക്കെ നമുക്കിവിടെ നിന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഇത് പോകുന്ന വഴിയാണ്. നമ്മുടെ കുട്ടികളെ കൊണ്ട് തന്നെ ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ പോകണം. എന്നാലേ അവർക്ക് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാവുള്ളൂ. മീൻ പിടിക്കുന്നതും മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളെ കുറിച്ചും അതുപോലെ മീൻ പിടിച്ചിട്ട് അത് തരം തിരിച്ച് വിൽക്കുന്നതും നന്നാക്കുന്നതും ഒക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇതൊക്കെ കണ്ട് ഞാനും ആലോചിച്ചു, എത്ര ജീവിതങ്ങളാണല്ലേ ഇതിൽ നിന്ന് വരുമാനം നേടി അവരുടെ കുടുംബം കഴിയുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതിനെക്കുറിച്ച് ഒരു വിവരം ഉണ്ടാവില്ല. അവർ കടയിൽ നിന്നോ അല്ലെങ്കിൽ മാളിൽ നിന്നോ മീൻ പോയി വാങ്ങിക്കുന്നു, അത്രേ അവർക്ക് അറിയുന്നുള്ളൂ. ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന എഫേർട്ടുകളൊക്കെ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ പോയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പോകുന്ന വഴി തന്നെ ഒരുപാട് ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. കുറേ പേര് ബോട്ട് ക്ലീൻ ആക്കുന്നുണ്ട്. ഇപ്പോൾ ഫിഷ് ഹാർബറിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി ഇതുപോലെ ഓരോ കാഴ്ചകൾ കാണാം. ഈ സൈഡ് ഫുള്ള് മീൻ നന്നാക്കി കൊടുക്കുന്നവരാണ്. ബോട്ട് കരക്കടുക്കുമ്പോൾ തന്നെ എല്ലാവരും ഓടി വന്ന് വില പേശി മീൻ ഇതുപോലത്തെ ബാസ്ക്കറ്റുകളിൽ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ മീൻ വിൽക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവരെയും കൂട്ടി വന്നത്. വരുന്ന വഴിയൊക്കെ ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. അവരതൊക്കെ പറയുന്നുണ്ടായിരുന്നു. എല്ലാം അവരും മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഞാനും അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഇതുപോലെ ബോട്ട് വന്ന് നിൽക്കാവും. ഇതിപ്പോൾ വന്നിട്ട് കുറച്ച് സമയമായെന്ന് തോന്നുന്നു. ഇതിലുള്ള മീൻ ഒരുവിധം എല്ലാവരും വാങ്ങിച്ച് പോയിട്ടുണ്ട്. കൂന്തൽ, ചെമ്മീൻ ഇങ്ങനത്തെ മീനുകളൊക്കെ വലിയ ടൈപ്പ്, ചെറിയ ടൈപ്പ്, മീഡിയം ടൈപ്പ് ഇതൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് ഇവർ വേർതിരിക്കുന്നത്. വേർതിരിച്ചിട്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന സ്ഥലത്ത് വിൽക്കാനായിട്ട് വെക്കും. ഒരുപാട് മീൻ എടുക്കുന്നവർക്ക് അവർ നന്നായി വില കുറച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനേക്കാൾ ഉപരി നല്ല ഫ്രഷ് മീനാവും. പിന്നെ എന്തുകൊണ്ടും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കുറവ് തന്നെ ആയിരിക്കും. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പലതരം മീനുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടുന്ന് ബൾക്കായിട്ട് മീൻ വാങ്ങിക്കൊണ്ട് പോകുന്നവർക്കൊക്കെ ഐസൊക്കെ അവർ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. പിന്നെ ഫിഷ് ബോക്സും കുറച്ചപ്പുറത്തായിട്ട് വാങ്ങിക്കാനും കിട്ടും. ഞങ്ങൾ ബോക്സ് കൊണ്ടുപോയിരുന്നു. അങ്ങനെ ഫിഷൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മീൻ വൃത്തിയാക്കുന്ന സ്ഥലത്തേക്കാണ്. റോഡ് സൈഡിൽ ഒരുപാട് പേര് ഇതുപോലെ മീൻ വൃത്തിയാക്കാൻ ഇരിക്കുന്നത് കാണാം. കിലോയ്ക്ക് 20 രൂപയാണ് ഇവർ വാങ്ങിക്കുന്നത്. വലിയ മീനൊക്കെ ആണെങ്കിൽ 30 രൂപ വാങ്ങിക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ വാങ്ങിച്ച എല്ലാ മീനും അവർ വൃത്തിയാക്കി തന്നു. ഭയങ്കര സ്പീഡിലാണ് ഇവർ ഇതൊക്കെ ക്ലീൻ ആക്കുന്നത്. എല്ലാവരും ഇതേപോലെ തന്നെ ഇവിടെ വന്നിട്ടാണ് ഈ മീൻ ക്ലീൻ ചെയ്യുന്നത്. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ഐസ് ബോക്സിലിട്ട് ഐസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോയത്. അതൊക്കെ അവർ തന്നെ വെച്ച് തരും. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ച് ഞങ്ങളിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. മീൻ വാങ്ങിക്കാൻ വന്നതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ബാംഗ്ലൂരിലുള്ള നാച്ചുറൽസിൻ്റെ ബോണ്ടേ ഫാക്ടറിയിലേക്കാണ്. ഇവിടെ ടെൻഡർ കോക്കനറ്റിൻ്റെ ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ ഇളനീർ വെള്ളവും നമുക്ക് കിട്ടും. ഇളനീർ വെള്ളം വരുന്നതാണ് ഈ കാണിക്കുന്നത്. ഇതുപോലത്തെ കുപ്പികളിലാണ് ഈ വെള്ളം കിട്ടുന്നത്. വെള്ളം കുടിച്ചതിന് ശേഷം ഈ കുപ്പി അവിടെ തന്നെ വെക്കണം. ഇവരിതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ആണ് പിന്നെ രണ്ടാമത് റീഫില്ല് ചെയ്യുന്നത്. ഇത് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമാണ്. ഇളനീർ വെള്ളം ഇതുപോലെ ബോട്ടിൽ വാങ്ങിച്ചു. ഈ സ്ക്രീനിൽ നമുക്ക് ഇവരിത് ഉണ്ടാക്കുന്ന പ്രോസസ്സൊക്കെ കാണാൻ പറ്റും. നല്ല വൃത്തിയിലാണ് ഇവരിതൊക്കെ ഉണ്ടാക്കുന്നത്.
കുടിച്ചു കഴിഞ്ഞ ബോട്ടിലുകൾ വെക്കാനായിട്ട് പ്രത്യേകം സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഇതാണ് ഞങ്ങൾ മാംഗ്ലൂരിലുള്ള ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ തിരിച്ചു പോവുകയാണ്. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.